ചുമ്മാ കടലിൽ നോക്കി നിൽക്കില്ലേ, നാളെ ഓണമല്ലേ, നമുക്ക് പൂവൊക്കെ വാങ്ങിക്കണ്ടേന്ന് പറഞ്ഞ് ഞാൻ ചേട്ടനെ കൊണ്ട് നേരെ പോയത് തോപ്പുംപടിയിലേക്കാണ് കേട്ടോ. ആദ്യം ഞങ്ങൾക്കൊരു ഹെൽമെറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതേ അവൻ വഴക്കിട്ടിരിക്കുകയാണ് കേട്ടോ, അവന് ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. എടാ നിനക്ക് പിന്നെ വാങ്ങിച്ചു തരാമെന്നുണ്ട് നേരെ പച്ചക്കറി കടയിലേക്കാണ് കേട്ടോ പിന്നെ പോയത്. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ വാങ്ങിച്ചതേ പൂ വാങ്ങിക്കാൻ കയറിയതാണ്. 1 കിലോത്തിൻ്റെ പൂവിൻ്റെ കിറ്റിന് അവർ 100 രൂപയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ എല്ലാ പൂവും അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ തൊട്ടടുത്തുള്ള കടയിൽ കയറി ദേ ഷെയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷെയ്ക്ക് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മ എനിക്ക് ചുമയില്ലെന്ന് അവൻ ചോദിച്ചത്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ തന്നെ ദേ പൂവെല്ലാം കിള്ളി വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ രാവിലെ മൊത്തം പണിയായിരിക്കും. അങ്ങനെ ഞാൻ ദേ അവിടെ അവർ പൂവൊക്കെ കിള്ളണ സമയത്ത് പച്ചക്കറി എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ ദേ ഇഞ്ചിക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ രാവിലത്തേക്കുള്ള ദോശമാവും കൂടി എനിക്ക് അരച്ച് വെക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്കും അവരെവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞാന്ന്. അവർക്ക് പൂ കിള്ളാനായിട്ട് ആളെയും കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ ദേ പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഗ്രോ ബാഗിലേക്ക് ഇടാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. ഇത് NSSലെ പിള്ളേർ തന്നെയാണ് കേട്ടോ ഈ ചെടി. അതിപ്പോൾ ഏകദേശം നല്ലപോലെ വളരാനുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അവരെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്.